ചേർത്തലയിലെ രണ്ട് പ്രബല സമുദായ നേതാക്കളായ കട്ടിയാട്ട് ശിവരാമ പണിക്കരുടെയും മനക്കോടം കേശവൻ വൈദ്യരുടെയും സൗഹൃദം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചതയദിന ആഘോഷത്തിനിടയിൽ കട്ടിയാട്ട് ശിവരാമ പണിക്കരുടെ മടിയിലേക്ക് കുഴഞ്ഞു വീണാണ് മനക്കോടം കേശവൻ വൈദ്യർ മരണപ്പെട്ടത്. പഴയ തലമുറയ്ക്ക് അത് ഇന്നും ഒരു ദുഃഖസ്മരണയാണ്. യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുജയന്തി ദിനമായ ചതയദിനാഘോഷത്തിൽ ചേർത്തലയിലെ പഴമക്കാർക്ക് ഒരു ദുഃഖസ്മരണയുണ്ട്. രണ്ട് സമുദായങ്ങൾ തമ്മിൽ സൗഹൃദത്തിൻ്റെ കണ്ണികളായി പ്രവർത്തിച്ച രണ്ടുപേരിൽ ഒരാൾ ലോകത്തോട് വിട പറഞ്ഞ ദിനം പഴമക്കാർക്കിന്നും കണ്ണു നിറയുന്ന ഓർമ്മകളാണ്. NSS ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ചേർത്തല ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ പ്രഥമാധ്യാപകനുമായിരുന്ന കട്ടിയാട്ട് ശിവരാമ പണിക്കരും ആയുർവേദ പണ്ഡിതനും SNDP ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായിരുന്ന മനക്കോടം കേശവൻ വൈദ്യരും തമ്മിലുള്ള സ്നേഹബന്ധം, രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സ്നേഹ സൗഹാർദ്ദങ്ങളുടെ അഗാധമായ ബന്ധം. തികഞ്ഞ ഗുരുഭക്തരായിരുന്നു ഇരുവരും. കട്ടിയാടൻ്റെ രണ്ടാമത്തെ മകൾക്ക് മീനാക്ഷി എന്ന് പേരിട്ടത് ശ്രീനാരായണ ഗുരു. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ എമിറേറ്റഡ് പ്രൊഫസറായി രാജാവ് നിയമിച്ച കേശവൻ വൈദ്യരുടെ ജീവിതവും ശ്രീനാരായണ ഭക്തിയിൽ നിറഞ്ഞു. ചേർത്തലയിൽ ചതയദിനാഘോഷ ഘോഷയാത്രയ്ക്ക് തുടക്കമിട്ടത് മനക്കോടം കേശവൻ വൈദ്യരായിരുന്നു. 1954 ചതയദിനം കാണാൻ ഇരുവരും ഇന്നത്തെ SNDP യൂണിയൻ ഓഫീസിന് മുന്നിൽ ഇരുപ്പുറപ്പിച്ചു. അതിനടുത്തായിരുന്നു സമ്മേളന വേദിയിൽ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞ് കസേരയിൽ ഇരുന്ന വൈദ്യർക്ക് പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം. നിമിഷങ്ങൾക്കകം വൈദ്യർ കുഴഞ്ഞ ശിവരാമ പണിക്കരുടെ മടിയിലേക്ക് വീണു. തൊട്ടടുത്ത നിമിഷം മരണം അദ്ദേഹത്തെ കൊണ്ടുപോയി. അപ്പോഴും ശിവരാമ പണിക്കരുടെ മടിയിൽ വൈദ്യരുടെ ചേതനയേറ്റ ശരീരം നിശ്ചലമായി കിടന്നു. അത്യപൂർവ സൗഹാർദ്ദത്തിന് അവിടെ യവനിക വീണു. അതിൽ നിന്ന് മുക്തനാകാൻ ശിവരാമ പണിക്കർക്ക് ദിവസങ്ങൾ വേണ്ടിവന്നു. രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദം, സ്നേഹം പഴമക്കാർ ഇന്നും നിറകണ്ണുകളോടെയാണ് ഓർക്കുന്നത്.